ചെന്നമരുൺ ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ ഇപ്പൊ രാജ്യത്തിന്റെ പല മേഖലകളിൽ പോയ ആളെന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഒന്നാം നമ്പറാണെന്ന കാര്യത്തിൽ നോ ഡൗട്ട്, ഒരു തർക്കവുമില്ല. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടർക്ക് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറയാൻ വേദന തോന്നുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ മൂത്രത്തിക്കല്ലുമായി കൊടിയ വേദന അനുഭവിച്ച് ശസ്ത്രക്രിയ അടിയന്തരമായി നടത്താൻ കഴിയാത്ത എല്ലാ വാതിലും മുട്ടി പരാജയപ്പെട്ട് ദയനീയമായി നടന്ന് ചെരുപ്പ് തേഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് വൈകാരികമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന നല്ല കാര്യത്തിലാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിനെ ഈ പറഞ്ഞ ശത്രുക്കളുടെ കയ്യിൽ വടികൊടുത്തു. ആരാണ് ശത്രുക്കൾ? കേരളത്തിലെ ശത്രുക്കൾ ആരാണ്? എന്താണ് ഈ ആരോഗ്യരംഗം ഒന്നാകെ മുടിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്ന ആരാണ് എന്ന സമീപനം ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും അതിനൊരു ന്യായീകരണം. ചെന്നമ്മരോട് ഇനിയെങ്കിലും ഏതൊക്കെ മെഡിക്കൽ കോളേജുകൾ ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാറായ കെട്ടിടമുണ്ട് എന്ന് ഓടിച്ചു നടക്കണ്ടേ? ഇനിയെങ്കിലും ഇതുപോലൊരു ദയനീയ സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉണ്ടാവണ്ടേ? ന്യായീകരണങ്ങൾക്കപ്പുറം ചെന്നമ്മരുൺ. ഹാഷ്മി, തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്തോ ഒരു കുറ്റപ്പെടുത്തലാണെന്നും പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു അടവാണ് എന്നെല്ലാം പറയുന്നത് വളരെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. വിമർശനങ്ങൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യമേഖലയിൽ ഇരിക്കുന്ന പ്രവർത്തകർ അതിനെക്കുറിച്ചൊരു വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് മെച്ചപ്പെടുത്താൽ മാത്രമേ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം കിട്ടുകയുള്ളൂ. അത് മെച്ചപ്പെട്ടാൽ സർക്കാരിനും ഗുണം തന്നെയാണ്. അപ്പോൾ അതാണ് സർക്കാരും മനസ്സിലാക്കേണ്ടത്. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മൾ പറയുമ്പോൾ അത് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളത് തുടക്കത്തിൽ ഫസ്റ്റ് റിയാക്ഷൻ എപ്പോഴും ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു റിയാക്ഷനാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പറയുന്നതെല്ലാം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറുണ്ട്, ഞങ്ങളത് പരിഹരിക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചിന് പകരം വളരെ നെഗറ്റീവായിട്ട് കുറ്റപ്പെടുത്തുന്ന അപ്രോച്ചാണ് കുറേ വർഷങ്ങളായിട്ടുള്ളത്. ഞാൻ പണ്ട് കോവിഡിൻ്റെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് പറയുമ്പോൾ എല്ലാം തന്നെ നമ്മളൊരു സംസ്ഥാന ദ്രോഹിയാണെന്നോ അല്ലെങ്കിൽ പ്രതിച്ഛായ തകർക്കാൻ നടക്കുന്ന ആളുകളാണെന്ന രീതിയിലാണ് പലപ്പോഴും നമുക്കെതിരെ വിമർശനങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കും. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് പുറത്ത് പറയുന്നത്, എനിക്ക് വല്ല ദോഷം വന്നാലോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പുറത്ത് പറയില്ല. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് സാവകാശമോ അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ശരി, എന്തൊക്കെ സംഭവിച്ചു നമുക്കറിയില്ല, നമ്മൾ നോക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഇല്ല എല്ലാം ഓക്കെയാണ് എന്നുള്ള റിയാക്ഷനാണ് ഫസ്റ്റ് എല്ലാവരുടെ ഭാഗത്തും വരുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ശരിയാണ്, നമുക്കറിയാം വർഷങ്ങളായിട്ട് കേരളം ഈ ഹെൽത്തിൻ്റെ ഒരുവിധ എല്ലാ ഇൻഡിസസിലും നമ്പർ 1 തന്നെയാണ്. വർഷങ്ങളായിട്ട് മുമ്പിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ടും നല്ല തരക്കേടില്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളം വീണ്ടും മുന്നിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനിയും ഉള്ള ഒരു പ്രശ്നങ്ങളും പുറത്തേക്ക് പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല. ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളായാലും ആരോഗ്യ കേന്ദ്രങ്ങളിലായാലും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ട്. അതെല്ലാം പുറത്ത് പറയുമ്പോഴും അതിനെ വിമർശിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനെ പരിഹരിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷമല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷമല്ല. ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നു ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറയുന്നു. സ്വരാജ് ഇപ്പം ചട്ടം എന്താണ്, സർവീസ് ചട്ടലംഘനത്തെ പറ്റി നടത്തിയെന്നാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വരാജിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഇടുന്നുണ്ട്. അങ്ങനെ അത് ചട്ടലംഘനം ആവില്ലേ? അങ്ങനെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണെന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ഹസൻ പറയുമ്പോൾ പോലും അത് ഈ ആരോഗ്യരംഗത്ത് പ്രതിപക്ഷത്തിനോ ഏതോ ശത്രുക്കൾക്ക് വടി കൊടുത്ത കാര്യം ഒക്കെ പറയുകയാണ്. ശ്യാംപ്രകാശൻ ഇവിടെ ഡോക്ടർ ഹാരിസ് ഹസനെ പോലെ ഇടതുപക്ഷ അനുഭാവി പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് വടികൊടുക്കലാണ് എന്ന് മുഖ്യമന്ത്രി പറയും. പിന്നെ GRN അടക്കമുള്ള എന്തൊക്കെയാണെന്നേ പറയുന്നത്. മന്ത്രിമാർ നിരന്ന് ഡോക്ടർ ഹാരിസ് ഹസനെ പറയും. ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ വഴി പുറത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ വഴി പുറത്തേക്ക് പോയാൽ അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടുപോകാൻ അവിടെ സ്വകാര്യ ആശുപത്രി ഉറപ്പുണ്ട്. ഹാരിസ് ഹസൻ അരി വാങ്ങാൻ പണമില്ലാതെ പട്ടിണി നടക്കില്ല. ഇനി ജോലിക്ക് പോയില്ലെങ്കിൽ എന്താ? ഹാരിസ് ഹസൻ ഒരു ബൈക്കിൽ ഒരു ഹെൽമെറ്റും വെച്ച് ഈ മഴയത്തും വെയിലത്തും ഒരു സ്കൂട്ടറിൽ പോകുന്ന ആളാണ് ഹാരിസ് ഹസൻ. എത്ര രൂപ വേണം ജീവിക്കാൻ? പോട്ടെ, അദ്ദേഹത്തെ പുറത്താക്കിയാൽ നഷ്ടം പാവപ്പെട്ട രോഗികൾക്ക്. രണ്ടാമത് ശ്രീ എം പ്രകാശ മാഷ് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ആ 1-ാം നമ്പർ ആരോഗ്യ കേരളം എന്ന സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ എല്ലാവരും കൂടെ ആയുധമെടുത്ത് വരുന്നേ എന്ന് വിമർശനം ഉന്നയിക്കുക.